ഓർമ്മയിലുണ്ട്. നന്നായിട്ട് ഓർമ്മയിലുണ്ട്. He's a director, he's a writer, he's a producer also. ഏത് പടക്ക കാണൽ ഞാൻ പറഞ്ഞു മറ്റേ ക്വിന്റൻ ടാരന്റിനോ മാർട്ടിൻ സ്കോർസിയോ എനിക്കും അത്ര അറിയൂ. നല്ല അസോസിയേറ്റ്. എനിക്കും പടം അറിയില്ല, ആൾക്കും അറിയില്ല. അങ്ങനെ നല്ല മാച്ച് ചെയ്തു. ലൈഫിൽ ഫസ്റ്റ് കണ്ട സെറ്റ് എന്റെ സിനിമാറ്റോഗ്രാഫർ കണ്ട ഫസ്റ്റ് സിനിമ ക്യാമറ അത് നമ്മുടെ. അങ്ങനെ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ എല്ലാരും ക്ലാപ്പ് അടിച്ചു. I asked somebody, why are they clapping? അത് ഫസ്റ്റ് ഷോട്ട്. ഓ അങ്ങനെ ഫസ്റ്റ് ഷോട്ട്. ജയിലർ ഹിറ്റായി. ഓക്കെ, ഞാനും ഒരു മാസ് ഫിലിം. I'll show everybody that I can do mass. It should be new, but it should be the same. മനസ്സിലായോ? ഇപ്പോ ഞാൻ പുതിയതുണ്ടാക്കിയെങ്കിൽ ആ കമ്പാരിസൺ ഡ്രോ ആക്കും. Shall we have an update of Kantara 2? They are writing in Bangalore. I think they are going to shoot very soon, but it will be much more bigger than what Kantara 1 was. At least 8 to 10 times bigger in terms of scale and everything. Ipo Rishabh, he cannot write. He tells somebody needs to write it for him. Rakshit does 15-20 drafts. Anganatha writer anu. I always keep teasing him, what are you doing? You are not at all writing. Then he shows, see, 75 pages I have written, 7th draft. Then again I'm writing. Okay man, thank you. Hi, hello viewers. Welcome to our show Untold with us. In നമ്മുടെ കൂടെ Untold Stories പറയാനുള്ള we have Tobyans. So let me welcome Raj B Shetty, Basil, Chaitra. So three of you welcome to the show. Thank you. And first തന്നെ ഒരു ഫ്രീ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഏതാണ് സ്ട്രെസ്ഫുൾ, ഈ റിലീസിന് മുമ്പുള്ള പ്രൊമോഷൻ ആണോ പോസ്റ്റ് റിലീസിനുള്ള പ്രൊമോഷൻ ആണോ? പരിപാടി പടം ഉണ്ടാക്കാൻ കുറച്ചുകൂടി പ്രൊമോഷനാണ് പരിപാടി. You have to tell only certain things. You can't give more information. Same thing you have to keep repeating. So it will get monotonous. ഈ പ്രീ റിലീസിനുള്ള പ്രൊമോഷൻസിലൊക്കെ ഈ ചില വർക്കുകളൊക്കെ നടക്കുന്നുണ്ടായി പോസ്റ്റ് പ്രൊഡക്ഷനില്, ചെറിയ ഫൈനൽ ഈ മിനുക്ക് പരിപാടികൾ എന്നൊക്കെ പറയണ. പക്ഷെ റിലീസ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഒരു ഫ്രീ ആണ്, നമുക്കറിയാലോ റെസ്പോൺസ്. ഇപ്പോൾ കുറച്ച് ഫ്രീ ഉണ്ട്. ഇപ്പൊ പോസ്റ്റ് റിലീസ് കുറച്ച് എപ്പോഴും ഫ്രീ. നമുക്ക് കുറച്ചും കൂടി കണ്ടന്റ്സ് കിട്ടും. സോ ടു ടോക്ക് ആൻഡ് എവറിത്തിങ്. ഇല്ലെങ്കിൽ അവിടെ വളരെ റെസ്ട്രിക്ഷൻസാ. സോ ഇത് കുറച്ച് സ്ട്രെസ് ഫ്രീ, കമ്പാരിറ്റീവ്ലി ഇത് സ്ട്രെസ് ഫ്രീ. സോ കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദ ടോബി സക്സസ്. ഇപ്പോ അന്ന് എന്നോടൊരു കാര്യം പറയാം, ഈ ഖരടകമന ചെയ്യുമ്പോൾ ദ ഫസ്റ്റ് തിങ് എനിക്ക് ചെയ്യേണ്ടിയിരുന്നത് ടു ബ്രേക്ക് ദ ടെംപ്ലേറ്റ് ഓഫ് എ ഗാങ്സ്റ്റർ മൂവി. അതായത് പഞ്ച് ഡയലോഗ്സ് ഇല്ലാതെ, സെക്സ് ഓർ ലവ് ഇല്ലാതെ, ബാക്ക് സ്റ്റോറീസിൽ ഭയങ്കര കൃത്രിമത്വം ഇല്ല, മീൻസ് ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാതെ ചെയ്യുകയായിരുന്നു ഖരടകമനയുടെ ഫസ്റ്റ് തിങ്. സോ ടോബിയുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ അല്ലെങ്കിൽ ടോബിയുടെ ഫസ്റ്റ് ലുക്കിൽ വാട്ട് വാസ് ദ ഈ ഒരു യൂണിക്നെസ് എന്തായിരുന്നു ടോബിയിൽ? ഇതിൽ ഇയാൾക്ക് ടോബിക്ക് സ്പീക്ക്. സോ ടു യൂസ് എ ക്യാരക്ടർ അതിക്ക് ഒരു ഡയലോഗും ഇല്ല. ആ ക്യാരക്ടർ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ഫിലിം ചെയ്യാം, അതിൽ പിന്നെ അത് വളരെ ഇമോഷൻസ്ലി ഡ്രിവൻ ഫിലിമാണ്. ഇപ്പൊ നോർമലി ഇമോഷൻസ് പറഞ്ഞെങ്കിൽ അത് ഡയലോഗിൽ വരും. ഐ ലവ് യു, ഡു യു ലവ് മീ, അങ്ങനത്തെ ഒരു ഡയലോഗും ഇല്ലാതെ. സോ ഫാദർ ആൻഡ് ഡോട്ടേഴ്സ് ഉണ്ട്. ഈ ഡോട്ടർ ഐ മീൻ ടോബിയുടെ എപ്പോഴും അച്ഛൻ, ഷീ ഡസന്റ് കോൾ ഹിം അച്ഛൻ, ആൻഡ് ദിസ് പേഴ്സൺ കനോട്ട് ഈവൻ കോൾ. ആയെങ്കിൽ ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ, ഒരു സ്ട്രോങ് ഇന്റൻസിറ്റി നമുക്ക് കാണിക്കാൻ പറ്റുമോ, അങ്ങനത്തെ പല എക്സ്പെരിമെന്റ്സ് ഈ പടത്തിലുണ്ട്. ഇപ്പോ ഓൾ ഇമോഷൻ, ശിവരാജ് കുമാർ സാർ അടക്കം പറഞ്ഞാണ് ഓൾ ഇമോഷൻസ് ഇൻ വൺ ഫിലിം എന്നാണ് പുള്ളി പ്രിവ്യൂ കഴിഞ്ഞപ്പോൾ അഡ്രസ് ചെയ്തത്. ഇപ്പോ ഇതിൽ കണ്ണിന്റെ കാര്യം പറയുന്നത് അബൌട്ട് യുവർ ഐസ്. ഇപ്പോൾ ഗരുഡ കമ്പനിയിൽ ബോഡി ലാംഗ്വേജ് ആയിരുന്നെങ്കിൽ ഇതില് മൈക്രോ റിയാക്ഷൻസ് ആണ്. സോ ഹൗ യു പ്രിപ്പയർ ഫോർ യുവർ ക്യാരക്ടേഴ്സ്? അല്ലെങ്കിൽ എന്ത് സ്റ്റെപ്പ് ആയിരിക്കും അതിന്? റിപ്പീറ്റേറ്റീവ് വരാൻ പാടില്ലല്ലോ ഒരിക്കലും, ക്യാരക്ടേഴ്സ് റിപ്പീറ്റേറ്റീവ് ആവാൻ പാടില്ല, അല്ലെങ്കിൽ ഷെയ്ഡ്സ് വരാൻ പാടില്ല എന്ന് പറയും. സോ അതിന്റെ ഒരു എങ്ങനെയാണ് നടക്കുക ശരിക്കും? എപ്പോഴും നോർമലി when a body act, it is actually, I feel it's mind acts through body. അത് മൈൻഡിന്റെ മൂവ്മെന്റാ. എല്ലാ ക്യാരക്ടർ, എല്ലാ പേഴ്സണാലിറ്റി, എല്ലാ ഹ്യൂമൻ ബീയിങ്സിന്റെ മൈൻഡ് ഡിഫറെന്റാ. അങ്ങനെ ബോഡിയും ഡിഫറെന്റ് ആയിട്ട് റിയാക്ട് ചെയ്യും
So we need to actually find the mind space of the character. ഇപ്പോ ശിവ പിന്നെ ടോബിക്ക് ഡിഫറൻസ് എന്താ? ശിവ ആക്ച്വലി സൈലന്റാ. ഇയാള് ഉമായെങ്കിലും he wants to communicate a lot. ഇയാൾ അത്ര സൈലന്റ് ഒന്നും അല്ല. He is actually physically made silent because of something. And he wants to communicate a lot. അപ്പോ ബോഡി ലാംഗ്വേജിൽ ഒരു വളരെ വ്യത്യാസം കിട്ടി. ഇപ്പൊ അത് എങ്ങനെ നമുക്ക് അച്ചീവ്, വി നീഡ് ടു ഗോ ഇൻ ടു ദ മൈൻഡ് സ്പേസ് സോ ദാറ്റ് വി ക്യാൻ അച്ചീവ് ദ ബോഡി ലാംഗ്വേജ്. അതിന്റെ ശേഷം ഈ ആൾക്ക് എങ്ങനെ വോയിസ് പോയത് അതൊക്കെ ഒരു ചെറിയ സ്റ്റോറി ഉണ്ട്. സോ ഹി കനോട്ട് യൂസ് ഹിസ് ത്രോട്ട് അറ്റ് ഓൾ. സോ ഇഫ് ഹി ഡസന്റ് യൂസ് ഹിസ് throat, how does he make sound? So ആ സൗണ്ടിൽ എങ്ങനെ വ്യത്യാസം വരും അതൊക്കെ കുറച്ചും കൂടി ഒരു റിസർച്ചും വേണം. So I went to in Mangalore there was a person who is a doctor to this kind of speech therapist. So I went to him, I took the samples of the voice and everything and started hearing it so that I can find the approach where he talks. So അങ്ങനത്തെ കുറച്ച് റിസർച്ചും പിന്നെ മൈൻഡ് സ്പേസ്ഡ് ഒരു കാര്യങ്ങൾ അതെല്ലാം സോൾവ് ആക്കിയെങ്കിൽ നമുക്കൊരു നല്ല അപ്രോച്ച് കിട്ടും. സോ ബസ്സിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ സാറിന് മീറ്റ് ഫസ്റ്റ് മീറ്റിംഗ് ഓർമ്മയുണ്ടോ സാറിന്? ഓ ഓർമ്മയിലുണ്ട്, നന്നായിട്ട് ഓർമ്മയിലുണ്ട്. 2015 അതെ എന്റെ അസോസിയേറ്റ് എല്ലാ പടത്തിലും ഒപ്പം ചെയ്തതാ. 2015 ഞാൻ ഈ കോളേജൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്ന സമയത്ത് ഇങ്ങനെ അറിഞ്ഞു ഇങ്ങനെ ഒരു പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കോൺടാക്ട് ചെയ്തു ഇങ്ങനെ താല്പര്യമുണ്ട്, വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, എങ്ങനെയാണ് പരിപാടികൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വന്ന് മീറ്റ് ചെയ്യാൻ പറഞ്ഞു. വന്ന് മീറ്റ് ചെയ്തൊരു ഒഫീഷ്യൽ ഒരു ഫസ്റ്റ് ടോക്ക് ഒക്കെ ഉണ്ടായിരുന്നു. രണ്ടുപേരും ഫുൾ സീരിയസ്. അവൻ ചോദിച്ചു ഏത് പടമൊക്കെ കാണൽ? ഞാൻ പറഞ്ഞു മറ്റേ ക്വിന്റൻ ടാരന്റിനോ, മാർട്ടിൻ സ്കോർസീസെ. അങ്ങനെ തുടങ്ങി. I think the most interesting meeting explanation will be this. അപ്പൊ ആ സമയത്ത് പടം ഷോഷാങ്ക് റിഡംപ്ഷൻ കണ്ടു. നല്ല അസോസിയേറ്റ്. എനിക്കും പടം അറിയില്ല, ആൾക്കും അറിയില്ല. അങ്ങനെ നല്ല മാച്ച് ചെയ്തു. അങ്ങനെ ഇവിടെ വരെ എത്തി. അയ്യോ അടിപൊളിയാണ്, അത് കലക്ക്. ഇത് ഞാനും എവിടെ പോയിട്ട് അസോസിയേറ്റ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തില്ല. അങ്ങനെ എനിക്കും അറിയില്ല സിനിമ എങ്ങനെ ഉണ്ടാക്കുക, അതൊന്നും അറിയില്ലല്ലേ. അങ്ങനെ നിന്റെ ഇൻട്രസ്റ്റ് എന്താ ചോദിച്ചതിന് അതെങ്ങനെ ചോദിക്കാം നമുക്ക്. ഏത് പടം കണ്ടു, നിന്റെ ഫേവറേറ്റ് പടം ഏത്, അങ്ങനത്തെ ചോദ്യങ്ങൾ. സോ അയാളുടെ ആൻസർ എല്ലാം എന്റെ ഫേവറേറ്റേ വന്നു. മാർട്ടിൻ സ്കോർസീസെ വന്നത്. എനിക്കറിയില്ല ആൾക്ക് വർക്ക് അറിയോ, എനിക്കറിയില്ല. എനിക്കും വർക്ക് അറിയില്ലല്ലേ. എന്റെ ഫസ്റ്റ് പടം, ഞാനും എവിടെ വർക്ക് ചെയ്തിട്ടില്ല. പിന്നെ നമ്മ എല്ലാം we got together and decided how to approach this movie. പിന്നെ പുതിയ ടെക്നിക്കുകൾ നമ്മുടെ ടെക്നിക്കാ, അത് നമ്മുടെ ഇന്ത്യ മെത്തേഡ്സാ. അങ്ങനെ നമ്മളെല്ലാവരും ലൈഫിൽ ഫസ്റ്റ് കണ്ട സെറ്റ് എന്റെ സിനിമാറ്റോഗ്രാഫർ കണ്ട ഫസ്റ്റ് സിനിമ ക്യാമറ അത് നമ്മുടെ. ഞാൻ കണ്ട സെറ്റ് ഒന്നുമുട്ടേക്കത്തി. ഞാൻ ഡയറക്ടറാ. ഫസ്റ്റ് ഷോട്ടില് ഞാൻ ഫ്രം ഹിയർ ദേർ ഐ നീഡ് ടു വാക്ക്. ഓക്കെ, ഞാനിങ്ങനെ പോയി. എന്റെ പ്രൊഡ്യൂസറും അവന്റെ അസോസിയേറ്റും ആ രണ്ട് പുള്ളികൾ ഇതിന്റെ എന്താ ഫിലിം സ്കൂളിന്റെ പഠിച്ച പുള്ളികൾ. അങ്ങനെ ഞാൻ ഇങ്ങനെ പോയി. ഇങ്ങനെ പോകുമ്പോൾ എല്ലാരും ക്ലാപ്പ് അടിച്ചു. ഞാൻ ഐ ആസ്ക്ഡ് സംബഡി why are they clapping? അത് ഫസ്റ്റ് ഷോട്ട്. ഓ അങ്ങനെ ഫസ്റ്റ് ഷോട്ട്. ഒന്നും അറിയില്ല എനിക്ക് ക്ലാപ്പ് തന്നു. ഇതടിക്കുന്ന ടൈം ഒന്നും അറിയില്ല. കണ്ടിട്ടുമില്ല. സിനിമയിൽ അത് എലമെന്റ് ആണെന്ന് അറിയാം. ഇത് എപ്പടിക്കണം, എന്താ ഓർഡർ, എന്താ ചെയ്യണു, സൗണ്ട് ഫസ്റ്റാ, എന്താ പറയുന്നു അത് അറിയില്ല. ഫോർച്ചുനേറ്റ്ലി ഐ വാസ് ആക്ടിങ് അല്ലേ. അപ്പൊ എനിക്ക് ഓർഡറും പറയാൻ പറ്റില്ല.
സോ ഞാൻ അവിടെ യൂട്യൂബ് നോക്കിയിട്ടാണ് പഠിച്ചത്. അതെ അങ്ങനത്തെ പരിപാടി അതെ. Why you are so silent? No, she's enjoying. I'm listening. I'm understanding. But if you ask me something, Okay. So you sang a song in Garuda Gamana. So do you have this kind of first meeting experience with? I met him on my first film. So Mahira was my first film. So that is when I met him. But I don't have working experience like that. Like intensely worked on set, it was not there. I think Garuda Gamana I sang. So that also I don't know. I only know how they work and everything. Otherwise I know these people. So first set experience was Toby, and I think I thoroughly enjoyed being on set. And it was a different experience. I got to see what kind of a performer he is and how he writes and how he brings his script to life. All that, it was astonishing. I know him as a friend, but now I got to see him as a technician and admire him like that, and it's quite an experience. So, yeah. ഈ പവൻ കുമാർ പറഞ്ഞൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഈ ഫാസ്റ്റ് ഫുഡും ഹെൽത്തി ഫുഡും തമ്മിലുള്ള വ്യത്യാസമാണ് ഭയങ്കര കൊമേഴ്ഷ്യൽ സിനിമയും ഭയങ്കര എസ്തെറ്റിക്കലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയും തമ്മിൽ. ഇത് രണ്ടും കൂടെ മർജ് ചെയ്യുമ്പോഴാണ് മിക്സ് സ്ട്രീം സിനിമ ഉണ്ടാവുന്നതെന്നും പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവത്തെ നിങ്ങളൊക്കെ എങ്ങനെ കാണണം? കാരണം പുള്ളിയാണ് ഒന്തുമുട്ടെ കഥയുടെ റിലീസ് ചെയ്യുന്നത്, പുള്ളിയാണ് സ്റ്റിൽ അവൈലബിൾ ഓൺ ദ പവൻ കുമാർ ചാനൽ. സോ എങ്ങനെയാണ് സാർ ഈ കൊമേഴ്ഷ്യൽ സിനിമയും ഈ മെയിൻ സ്ട്രീം സിനിമയും മിക്സ് സ്ട്രീം സിനിമയും അല്ലെങ്കിൽ എസ്തെറ്റിക്കലി ഈ ഒരു സൈഡും കൂടെ കാണുന്നത്? ഇപ്പോ ഞാൻ എല്ലാം എൻജോയ് ചെയ്യും. സോ എനിക്ക് കാണുമ്പോൾ ജയിലറും നല്ല ഐ ലവ് സിനിമാസ്. അത് ചെയ്യാൻ പാടില്ല എനിക്ക്. വെൻ ഐ ഡു ഇറ്റ്, when I try to write it, as a human being, it doesn't as an artist, it doesn't form naturally to me. So I always think that it's very wrong to segregate films like that. So we need to do something which is very natural to us. So when it is natural to us, it has a beautiful voice to it. So, and I cannot compare myself with Nelson. And Nelson shouldn't compare with some other director. Nelson is Nelson. And it is not that, that is a better film, this is a good film. Nothing like that. Like, everything is beautiful in its own way. And I think as filmmakers, I see films like that. And even if I talk like this, now I might tell that, aesthetically beautiful films are rich or that. But which are the films that engaged me as a child? It was always commercial cinemas, right? It was always mass cinemas. They engaged me. And I think those were my first impressions and those were my first inspirations. So I always love all kind of films. And my only thing is, you shouldn't become something. You shouldn't be a wannabe. Ipo Jailer hit I. Okay, nyanum oru mass film. I'll show everybody that I can do mass films. That shouldn't be the approach. I think whatever comes natural to me, I should do. അല്ല, പക്ഷെ ആ പ്രഷർ ഉണ്ടാവും ഈ ഭയങ്കര കണ്ടന്റ് ഓറിയന്റഡ് മൂവീസ് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇപ്പോ ദ നെയിം അല്ലെങ്കിൽ രാജ് ബി ഷെട്ടി എന്ന് പറയുമ്പോൾ പീപ്പിൾ വിൽ എന്താ പറയുക ഡിസൈഡ് അല്ലെങ്കിൽ എക്സ്പെക്ട് സംതിങ് ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ സിനിമകൾ അല്ലെങ്കിൽ ടെംപ്ലേറ്റ് ബ്രേക്കിംഗ് സിനിമകൾ ഉണ്ടാവുന്നു. അതൊരു എപ്പോഴെങ്കിലും പ്രഷർ ആവുന്നുണ്ട് ഈ റൈറ്റിംഗിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോസ്റ്റിലും ഒക്കെ? I haven't felt the pressure till now yet. But I think the more you try to break something and try to create something new, you are always bound to face more criticism and more pressure. Because see, like, you try to create something new, but the previous new was seen with open eyes. That was my first creation, and they saw it and they complimented. Now when they see this, they will compare it with that, because it is not at all anymore new to them. It should be new, but it should be the same. മനസ്സിലായോ? ഇപ്പോ ഞാൻ പുതിയതുണ്ടാക്കിയെങ്കിൽ ആ കമ്പാരിസൺ ഡ്രോ ആക്കും അല്ലേ? സോ if this film is good but it is not like that, this film is that but it is not like that, so we shouldn't fall into that trap. But our intention should be to try to create something new. If I create something in the future, they can call me like, this film is good but it is not like Toby. But if I create something like Toby, they'll say this film is good but it is like Toby. മനസ്സിലായോ? ഈ രണ്ടും വരും, എപ്പോഴും വരും. So we shouldn't take that very seriously. But the whole intention of you as a human being is to create something new. അത് എപ്പോഴും we need to process that. Like, we need to have that process. What is the role of director
ഈ പറഞ്ഞ റൈറ്ററും ആക്ടറും ഒരാളാവണമെങ്കിൽ ഒരു ഡയറക്ടറിന്റെ റോൾ എങ്ങനെയായിരിക്കും ഡിഫൈൻഡ് ആവുക? ഡയറക്ടറിന്റെ റോൾ അപ്പോൾ കുറച്ചുകൂടി ഈസി ആവും. അതായത് എനിക്ക് നമ്മൾ ഒരു നോർമൽ കണ്ടീഷനിൽ ഒരു ഡയറക്ടർക്ക് ഒരു വിഷൻ ഉണ്ടാവും. ആ വിഷനിലേക്ക് ആക്ടേഴ്സിനെ മോൾഡ് ചെയ്ത് എത്തിക്കുക എന്നുള്ളൊരു ഒരു വലിയ ശ്രമകരമായ ഒരു ജോലിയാണ്. അത് എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ പറഞ്ഞാൽ അവൻ എഴുതി ഉണ്ടാക്കിയ അവൻ്റെ കയ്യിൽ ഉണ്ടായ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ഇമേജ് അവൻ്റെ വിഷനിലേക്ക് ഞാൻ മനസ്സിലാക്കിയിട്ട് അതിലേക്ക് ബാക്കിയുള്ള സെറ്റപ്പും പരിപാടികളും മൊത്തം സറൗണ്ടിങ് അല്ലാതെ ആ ലീഡ് ആക്ടറിനെ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ അവിടെ പുഷ് ചെയ്യേണ്ട ഒരു വർക്ക് എനിക്കില്ലായിരുന്നു. അത് അവൻ അവിടെ ഉണ്ട്. എനിക്ക് ആ ബാക്കിയുള്ള ഫുൾ പ്രിമൈസും ആ ബാക്കിയുള്ള സെറ്റപ്പും അതിൻ്റെ ഒരു മൊത്തം പരിപാടി ആ ഒരു ഇതിലേക്ക് ആ വിഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ജോലി. അപ്പോൾ കമ്പാരിറ്റീവ് എന്തുകൊണ്ട് അതൊരു എളുപ്പമായിരുന്നു. അത് മേ ബി എന്താണ് വേറൊരാളുടെ ഒരു കഥ എത്തിയിട്ട് അവനെ അവിടെ എത്തിക്കുന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിനേക്കാൾ എളുപ്പമായിരുന്നു ഈ പരിപാടി. ഈ ആക്ഷന്റെ ടൈമിൽ ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചാണ്, അതായത് ഹൗ രാജ് ബി ഷെട്ടി ആക്ട്സ് ഇൻ എ മൂവി. അതായത് ക്യാമറ വരുമ്പോൾ വിൽ ബി ഇൻ ടു ക്യാരക്ടർ, ക്യാമറ കട്ട് പറയുമ്പോൾ വിൽ ബി ഔട്ട് ഓഫ് ക്യാരക്ടർ. ഇസ് ദാറ്റ് ട്രൂ? അത് it differs. Whenever I have acted with her, she has actually seen me in that phase. But when the making videos started coming, she was asked, when were you this? She didn't see that. I didn't see that. The problem was, like, when I was acting with her, I need to guide her as an actor. So because I have written it and he doesn't know the language, so I mean I need to guide her to that scene. Appo enikku athra space illa complete. I need to involve, but still I need to have a balance. But if the scene is only with me, I can get lost completely. So I have both, but whatever that is required. ഇപ്പോൾ ചില സമയത്തിൽ like, you know, it is very important that I need to involve so completely that I don't even see everything, because I have people. I have him, I have Praveen, I have everybody. They will take care of every other thing. അപ്പോൾ എനിക്കൊരു ഫ്രീഡം ഉണ്ട്. അപ്പോൾ കുറച്ച് ലീക്ക് ആവും. ആ കട്ട് കട്ടായെങ്കിൽ അത് കണ്ടിന്യൂ ആവും ക്യാരക്ടർ. ബട്ട് ദർ ആർ സം ടൈംസ് വേർ ദർ ഇസ് ടൈം ദാറ്റ് ദിസ് ആൻഡ് എവറിത്തിങ് ആൻഡ് മൈ ആക്ടേഴ്സ് ദാറ്റ് ദിസ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ എനിക്ക് അവിടെ പോകുന്നു, അത് സെറ്റാക്കിയിട്ട് ഇവിടെ വരും. സോ അതും വരും. ആ രണ്ടും I mean, both happens normally. But there are so many scenes that are very well received and appreciated. So in all those, especially when it comes to our scenes, it is very for me as an actor to look at what he is doing. His performance is amazing. So he's also making me to give my best. So there is that give and take in such a level that after we are done with the scene and when we see the scene now, it has come out so brilliantly well that, you know, you'll not notice like when did he act, when did he direct, I mean to the acting part, and when did he deliver, you know, the entire thing like that. And it is so fascinating to watch it very closely, and I think that credit goes to that multitasking him and the team. So yeah, it's nice. So, and I just want to ask you about Saptasagara. It's like you are like a very extrovert, very loud character, and what we have seen in the glimpse and all, it's very calm, quiet, a very emotional person. Right. So how that shift happens actually with like the Raj B sir process, or no, I don't have a process. Or probably I've not defined that process. It just depends on the script and how they've written it. So he had written Jenny in a certain way, and he wanted me to deliver it in a certain way with respect to talking style, walking style, everything. So that is different. And to Surabhi in Saptasagara Dachelo, it is written in a very different way. And there's a pace that with which she talks, walks, and reacts and everything. I think it depends on the directors and the writers. Otherwise, if you just give me, if it is Chaitra, it's easy. But only when it becomes Jenny and Surabhi, it becomes difficult. That is when I have to think a lot. So yeah, it's only that. I think the writing makes the difference. Otherwise, nothing else. I don't have a process. ആക്ച്വലി ഇപ്പോൾ ഈ കന്നഡ സിനിമയെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര അധികം ഫോക്കസിൽ നിൽക്കുന്ന ഒരു ടൈം കൂടിയാണ്. എന്ത് ഇൻട്രസ്റ്റിംഗ് ആണ് കാര്യം. ഇപ്പോൾ പൊതുവെ കർണാടക കൾച്ചറുകൾ എപ്പോഴും ഈ പറഞ്ഞ ഷെട്ടി ബ്രദേഴ്സ് എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഷെട്ടി ഗ്യാങ്ങിൻ്റെ മൂവീസിലൊക്കെ ഭയങ്കര അധികം സെലിബ്രേറ്റ് ചെയ്യാറുള്ളതാണ്.
പൊതുവെ ഇപ്പോൾ ബാംഗ്ലൂരിലൊരു കൾച്ചർ നമുക്ക് പറയുകയാണെങ്കിൽ ഡിഫറെൻറ്റ് പ്ലേസിൽ നിന്ന് ഡിഫറെൻറ്റ് ആൾക്കാർ വന്ന് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. പൊതുവെ കന്നഡിക അല്ലെങ്കിൽ ഹൈദരാബാദീസ് മെട്രോ കൾച്ചറാണ്. സോ അവിടെ ഉണ്ടാവുന്ന സിനിമകൾക്ക് ഈ പറഞ്ഞൊരു നമ്മൾ ഈ സോക്കോൾഡ് പാൻ ഇന്ത്യൻ സ്വഭാവം എപ്പോഴും ഉണ്ടാവാറുണ്ട് അത്തരം കഥകൾക്ക് അവിടെ ഉണ്ടാവുന്നത്. അല്ല മീൻസ് അങ്ങനെ ഉണ്ടാവുന്ന സിനിമകൾക്ക് ഇപ്പോ നോർമലി when we speak about cinema culture, it is not only about some dance, some village, or some food, some dress, nothing like that. I think culture, every city has its own culture. When so many cultures are involved, it is called as metropolitan culture. അപ്പോൾ അവിടെ ഒരു നല്ല അക്സെപ്റ്റൻസ് ഉണ്ട്, എല്ലാവർക്കും ഒരു നല്ല അക്സെപ്റ്റൻസ് ഉണ്ട്. പിന്നെ ഒരു ലോൺലിനെസ് ഉണ്ട്, മനസ്സിലായോ? ഇപ്പോൾ person from Kasaragod staying in Bangalore misses his house and he is surrounded by people. ആങ്ക് അവിടെ ഇന്നൊരു ലോൺലിനെസ് ഉണ്ട്. ഈ ലോൺലിനെസ്സും ആ സിറ്റിയുടെ ഒരു കൾച്ചറാണ്. ആൻഡ് എവറി വീക്കെൻഡ് he goes to pub so that he can forget his life. പിന്നെ വീക്ക് സ്റ്റാർട്ട് ആകുമ്പോൾ പിന്നെ സോഫ്റ്റ്വെയർ ഓഫീസിൽ പോകും, ഇല്ലെങ്കിൽ ഇതായത് സൊമാറ്റോ ജോലിക്ക് പോകും. ഇങ്ങനത്തെ ആ ഒരു പേസ്, അതിൻ്റെ റിതം, അതും ആ സിറ്റിയുടെ കൾച്ചർ. അത് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തെങ്കിൽ അതും പാൻ ഇന്ത്യ സാധ്യതകളുണ്ട്. ആയെങ്കിൽ അതിൻ്റെ എക്സ്പ്ലോറേഷൻ നമ്മുടെ ഈ എക്സ്പ്ലോറേഷൻ്റെ വളരെ ഗ്രോസ് അല്ല, വളരെ സട്ടില്ല. അതിൻ്റെ കൾച്ചർ വളരെ ഡിഫറെൻറ്റാണ്. ആ കൾച്ചറിൽ ഒരു പെയിൻ ഉണ്ട്, ഒരു സെലിബ്രേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്, ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്, അതെല്ലാം ഉണ്ട്. ഒരു ആംബീഷ്യസ് കൾച്ചർ അത് അങ്ങനെ. സോ ഈവൻ ഇഫ് യു ഡു സംതിങ് ഫ്രം ബാംഗ്ലൂർ ഓർ എ സിറ്റി, ബിഗർ സിറ്റീസ്, ഹൈദരാബാദ് ഓർ ചെന്നൈ ഈസ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സിറ്റി, മുംബൈ, ആ എല്ലാ സിറ്റിക്കും അതിൻ്റെ ഒരു സെപ്പറേറ്റ് എക്സിസ്റ്റൻസും കൾച്ചറും ഉണ്ട്. ആങ്ക് അങ്ങനത്തെ ഒരു റൈറ്റിംഗ് വേണം, അത് റിഫ്ലക്ട് ചെയ്യുമ്പോൾ അത്ര ഒരു സെൻസിറ്റിവിറ്റി വേണം. ഇപ്പോൾ this is very personal question. After watching 777 Charlie, my mom told, എന്തിനാണ് ഇങ്ങനെ സിനിമ എടുക്കുന്ന ആൾക്കാരെ കരയിക്കാൻ എന്നൊരു ഇമോഷൻസ് ഭയങ്കര അധികം ഉണ്ടായിരുന്നു. സിനിമ കണ്ടിറങ്ങിയവര് ഒരേ സൈഡിൽ ഭയങ്കര അധികം സെലിബ്രേറ്റ് ചെയ്തു, പക്ഷെ ഇമോഷൻ ഇവിടെയാണ്. ഇപ്പോ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന, എന്നാ ചെറിയ ഹ്യൂമറുകളല്ല, അല്ലെങ്കിൽ ഹൈലി ഇമോഷണൽ ആയിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ അത്തരം സിനിമകൾ ഒരു സൂപ്പർ സ്റ്റാർ ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് 777 ചാർലിന്റെ പ്രത്യേകത. പക്ഷെ അതിനെ യുണീക്ക് ആക്കുന്നത് അതിൽ ഇമോഷണലാണ്. ഇപ്പോൾ ഈ ഇമോഷണൽ ട്രാക്ക് ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലും നിങ്ങൾ ശരിക്കും എത്ര വർഷം കണ്ട് ഭയങ്കര സങ്കടപ്പെട്ടായിരുന്നു ശരിക്കും 777 ചാർലി? അയ്യോ, എനിക്ക് ഞാൻ എഴുതി ആ പടത്തിന്റെ കുറച്ച് സീക്വൻസസ് ഞാനും എഴുതി. സോ അതിന്റെ ഡയറക്ടർ കിരൺ രാജിന്റെ കൂടെ എനിക്കും പെറ്റ്സ് വളരെ ക്ലോസ്. അപ്പോൾ ആ സിനിമ കാണുമ്പോൾ ഞാൻ കരഞ്ഞു. ബട്ട് ദ ബ്യൂട്ടി ഓഫ് ക്രൈയിങ് ഇൻ എ തിയേറ്റർ ഹാൾ ഈസ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് ഡസൻറ്റ് ഗിവ് യു എ ഹെഡേക്ക്. ഒരു ഹെവിനെസ് വരും. ആങ്ക് ഒരു അതിൻ്റെ പ്രോസസ്സിൽ അതൊരു റിമൈൻഡർ, ലൈഫ് ഇത്രേ ഉള്ളൂ, പ്ലീസ് എൻജോയ് ഇറ്റ് വിത്ത് യുവർ പീപ്പിൾ ഓർ ഇറ്റ് വിത്ത് യുവർ പെറ്റ്സ്. അതിൻ്റെ ഒരു മെസ്സേജ് കിട്ടും. ആ കരഞ്ഞിട്ട് വീട്ടിൽ എത്തുമ്പോൾ ഞാൻ എൻ്റെ പെറ്റ്സ് കണ്ടെങ്കിൽ ആ ഹഗ് കുറച്ച് ടൈറ്റ് ആവും. അത് എൻ്റെ ഇൻ മൈ ദിസ് തിങ് വാട്ട് വ്യൂ. പിന്നെ ഈവൻ ഇഫ് യു ആർ നോട്ട് എ പെറ്റ് ലവർ, വെൻ യു ആർ വാക്കിംഗ്, ഇഫ് യു സീ എ ഡോഗ്, ആ പെർസ്പെക്റ്റീവ് കുറച്ചും മാറും. അത് ആ സിനിമയുടെ ബ്യൂട്ടിയാണ്. അത് ജസ്റ്റ് നോട്ട് ഫോർ ദ സേക്ക് ഓഫ് ക്രൈയിങ്. By making you cry, it will make you remind something of life. I think even with Toby, because of father and daughter's relation, it will 100% make you cry. It will make you heavy because it's a very emotional driven film. And adinde intention adalla. Itre ullu life, itre ullu. Please love everybody deeply. I think that is the message of every tragic film. പെറ്റ് ലവർ അല്ലാത്ത ബാസിൽ പോലും കരഞ്ഞു എന്നാണ്. അതെ കരഞ്ഞു. അത് ആ ഒരു ഇമോഷൻ ഭയങ്കര പ്യുവറാണ്. അതിൽ ഞാൻ അങ്ങനെ ഒരു ഗ്രേറ്റ് പെറ്റ് ലവർ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ബട്ട് സ്റ്റിൽ എനിക്ക് ആ മൂവി ഭയങ്കരമായിട്ട് ഇമോഷണലി ഹെവി ആയിരുന്നു. ചാർലി, I cried.
Oh yeah. I don't have a pet, but only pets that I've actually been comfortable touching is his dogs. So I was like, oh God, I cried like a baby. I remember. I love crying in cinema hall. Yeah. Yeah, I love. I don't mind. Like if Nobody's you're gonna seeing, see, right? no, even if you see, I am not. See, I'm a strong man, I was that. and strong mans cry. Because see, the thing is, human being is this body is a machine. If it puts something, if something goes in, if it comes out well, that's a very strong symbol. If something goes in and it doesn't come, I think you are storing. That's a weak man's ability. When you see something beautiful, if you laugh, if you are able to laugh, and if you see something emotional, if you are able to cry, you are a very strong man, because it doesn't stay with you. It has expressed already. Right. I think that's why women are like, they're very strong. They cry well. So, shall we have an update of Kantara 2, how the work is going on? Actually, when Rishabh sir came here, so I asked about Bell Bottom 2's update. So, no Bell Bottom, I am going to holiday with my wife. I'm tired. Promotions tired. So, എന്താണ് അപ്ഡേറ്റ് നമ്മൾ ഒരു സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. Yeah, they are writing in Bangalore. I think they are going to shoot very soon, but it will be much more bigger than what Kantara 1 was. So at least 8 to 10 times bigger in terms of scale and everything. So they are doing the writing, and they are taking a lot of time to write as good as possible. Let's see, I think. സോ അപ്പോൾ ഇത് റൈറ്റിങ്ങിൻ്റെ കാര്യം പറയാം. സോ എങ്ങനെയായിരിക്കും രാജ് ബി ഷെട്ടിയുടെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരിക്കും റൈറ്റിങ്ങിൻ്റെ? സോ ഹൗ ലോങ്, അല്ലെങ്കിൽ ലോങ് അല്ല, ഹൗ ഡെപ്ത്ഫുള്ളി ആവാൻ എത്ര ഇത് ചെയ്യും? അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞു, അത് എത്ര പ്രാവശ്യം റീവർക്ക് ചെയ്തിട്ടായിരിക്കും ഷൂട്ടിന് പോവുക? Whenever I write, I normally don't write many drafts. First draft, I cannot put some scene where I am not convinced enough on paper. Like if I am not convinced, I cannot. I mean, it's called as vomit draft normally. I can write it something and then I'll change. That is not the way I write, because for me paper and pen is very, very sacred. So to write something, I need to be very sure. Otherwise, I cannot write at all. I cannot just write and then I'll crack a scene. Only when I crack a scene, I can write. So എല്ലാ റൈറ്റേഴ്സിൻ്റെ റൈറ്റിംഗ് പ്രോസസ്സ് വളരെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഋഷഭ് he cannot write. He tells somebody needs to write it for him. Rakshit does 15-20 drafts. അങ്ങനത്തെ റൈറ്ററാണ്. Rakshit takes a lot of ഉള്ളിതവരെ കണ്ടാൽ അത്ര ഉള്ളിതവർ കണ്ടത്തെ അങ്ങനെയല്ല. ഉള്ളിതവർ കണ്ടത്തെ he wrote a few drafts, but because it was his first film and it was complete outburst of the energy of an artist, he told he wrote it in 12 to 13 days. ഉള്ളിതവർ കണ്ടത് the fastest. And ഇപ്പോൾ റിച്ചാർഡ് ആന്റണി, he has tried to write it 7 draft or something, and now he's again writing. Still writes. I always keep teasing him, what are you doing, you are not at all writing. Then he shows, see, 75 pages I have written, 7th draft. Then again I'm writing, okay then, thank you. Actually, in one interview I saw him, he always want to be that director guy. Yeah, He loves directing. I also love him directing. As a director. Yeah. So where will be the site? B is releasing on October 20th. Yes, October 20th. So, But when he's acting, he's never direct. He'll never get involved. This guy also. I mean, if they're acting on someone else's set, they don't show their director skills. It's whatever it is. Even if they're finding mistakes, they know that it is not right. They'll be like, you want me to do it? I'll do it. അങ്ങനല്ല. See, സിനിമയിലെ മിസ്റ്റേക്സ് അങ്ങനത്തെ ഒരു സാധനമല്ലേ. Whether you need it or not. I'll tell. You have put me as a police officer, and if I sit like this, I don't look strong. Do you still want that? No, I have designed that. Okay, done. Atra. I don't argue, because see, if you argue, every cinema looks like your cinema. Correct. That is not why we are here. എല്ലാ സിനിമകൾ അതിൻ്റെ സോഴ്സ്ഡ് പോലെ, it should look like its source. Whoever has written it, his idea should come. So whenever I act, for example, I acted in 777 Charlie. When I acted in that film, I never ever involved at all. But it was very out of zone. Correct. Of Raj B. Correct. The typical Raj B Shetty we used to see. Correct. Like he's saying humor, Correct. he's saying counter jokes. Correct. He's showing his micro comedy emotion. Correct.
അത് And his characterization also, the Yeah, way he speaks it so different. yeah, I like, you know, for me, I told the director, do you really want me to play this role? It's like, yeah, Rajan, you play this role and everything. Okay, done. If I you think want, that was really fresh for us actually. yeah. That's what he said. Like, you know, he knew that I can do that. Okay, he's like, you can do that. Yeah, but I don't enjoy that much. He's like, no, but cinema has so much value. Then I'm do it. Then I'll do it. No problem. nice. So he's my very good friend. Actually, we laughed a lot. Actually, in my home, actually they laughed a lot Oh, then watching. Who is this doctor guy? And then I say he's my friend. I Show do. off. Yeah. He's a director. He's a writer. He's a producer also. Nice. സോ ഭാഷയിൽ ഇപ്പോൾ ഒരു മലയാളം പടം എപ്പോഴും ഒരു ഡ്രീമാണ്. സോ സ്വന്തം ഭാഷയിലൊരു സിനിമ, അതിൻ്റെ ഒരു പരിപാടികൾ എങ്ങനെയെങ്കിലൊക്കെ വന്നു പോയിട്ടുണ്ടോ അതോ? ചിന്തകളിലുണ്ട്, എഴുതുന്നുണ്ട്, അതിന്റെ പരിപാടികൾ ബാക്ക്ഡ്രോപ്പിൽ പരിപാടികളൊക്കെ ചിന്തിക്കുന്നുണ്ട്. ബട്ട് ഇമ്മീഡിയറ്റ് അറിയില്ല, ബട്ട് ഐഡിയ ഉണ്ട്. തിങ്കിങ് അബൌട്ട്. സാർ രുദ്രം അപ്ഡേറ്റ് എന്തായി? രുദ്രം ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് അതിൻ്റെ എഡിറ്റിംഗ് പ്രോസസ്സിലുണ്ട് ഇപ്പോൾ. അങ്ങനെ എഡിറ്റിംഗ് കുറച്ച് എക്സ്പെരിമെന്റ്, ഐ മീൻ ദേ ആർ ഡൂയിങ് എ ലോട്ട് ഓഫ് എക്സ്പെരിമെന്റ് വിത്ത് എഡിറ്റിംഗ് ആൻഡ് എവറിഥിങ്. So that is the reason it's in. So what genre it will be? It's a very simple thriller. Oh. But the character of Aparna and my character, that is something I really loved. Oh. And even the plot of it. So I'm very hopeful that, like, you know, this film might do well. So all the best for Thank Toby you. Thank Malayalam you. version. Thank you. So ഈ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ ഇനിയും ഈ പറഞ്ഞ ലൈറ്റർ ബുദ്ധ ഫിലിംസ് ഇന്ന് വരട്ടെ. Writer, director, producer Raj B Shetty and Basil for Chaitra. So three of you, thank you for the timing and all the best. Thank you, Arjun. Thank you so much.